ഹലോ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ആക്ച്വലി എൻ്റെ യാമിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. വളരെ കുട്ടി കുട്ടി ഫംഗ്ഷൻസ് ആയിരുന്നു. 3 തവണ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. പക്ഷേ ഈ 3 തവണയും വളരെ സിമ്പിളായിട്ടായിരുന്നു. കാരണം എനിക്കതിൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ മോളുടെ ആ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത് അവളൊരു 20 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും അവൾക്ക് ട്രഷർ ചെയ്യാൻ പറ്റുന്ന, ലൈഫിൽ ട്രഷർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൊമെന്റ്സ് ആയിരിക്കണം അവളുടെ ബർത്ത്ഡേക്ക് കിട്ടുന്നത് എന്നുള്ളത്, എനിക്ക് കിട്ടേണ്ടത് എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. മീൻസ് എപ്പോഴൊക്കെ കണ്ടുവരുന്ന പോലത്തെ വലിയ സെലിബ്രേഷൻസോ എന്താ ഇങ്ങനെ കുഞ്ഞുങ്ങളെ വണ്ടിയിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത്, ബലൂൺസിൻ്റെ ഇടയിലൂടെ കൊണ്ടുവരുന്നത്, അതിലൊക്കെ ഉപരി അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പം കുറച്ച് നല്ല മൊമെന്റ്സ് അവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അവൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞാലും നോക്കുമ്പോഴത്തേക്കും ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ച് മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ഒരു എയിം. അതെനിക്ക് സാധിച്ചു. കാരണം ഇപ്പം കാണുന്നവർക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് എൻ്റെ ലൈഫിൽ. അത് ഫസ്റ്റ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പീസ് ഓഫ് കേക്ക് ഇവളുടെ ബർത്ത്ഡേയുടെ അന്ന്, യാമിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ May 22 ആണ്. May 22 ആയിരുന്നു യാമിയുടെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ രാവിലെ വെളുപ്പിന് കുഞ്ഞ് എണീക്കുന്ന ആ ഒരു ടൈം ഉണ്ട്, പാല് കുടിക്കാൻ എണീക്കുന്ന ആ ഒരു സമയം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ റൂം മുഴുവനും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് യാമിയുടെ നമ്മൾ വലുതായിട്ടൊരു സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. പക്ഷെ നമ്മളത് ക്യാൻസൽ ചെയ്തു. പകരം പെട്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അന്ന് വെളുപ്പിനെ മോൾ എണീക്കുമ്പോൾ ഇങ്ങനെ റൂം മുഴുവനും ബലൂൺസും, വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള ബലൂൺസ് ആണെങ്കിലും അതുപോലെ കുറച്ച് ഡെക്കറേഷൻ, ഒരുപാടൊന്നുമില്ല, കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അവളെ ഹാപ്പി ആയിട്ട് അന്നത്തെ ദിവസത്തിലേക്ക് വെൽക്കം ചെയ്യണം. അതായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ചെയ്തു. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും മാത്രമുള്ള ഒരു കുറച്ച് മൊമെന്റ്സ്, ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അത്ര ലെങ്തി വീഡിയോ എന്നല്ല, കുറച്ച് ഭാഗങ്ങൾ. അത് അവൾ കുറച്ചധികം പ്രായമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും, ഇപ്പൊ ഈ വീഡിയോ ഒക്കെ എന്തായാലും നമ്മൾ സൂക്ഷിച്ചു വെക്കുമല്ലോ. അപ്പൊ ഇത് കാണുമ്പോൾ അവളുടെ ലൈഫിൽ ഏറ്റവും ട്രഷർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അപ്പം അതായിരുന്നു നമ്മുടെ ഒരു കുട്ടി സെലിബ്രേഷൻ. രാവിലെ അവൾ എണീറ്റപ്പോഴത്തേക്ക് ഉള്ളൊരു സെലിബ്രേഷൻ അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ നമ്മളൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീട്ടിലെ ആളുകളൊക്കെ ആയിട്ട്, എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മ, അച്ഛൻ, ചേട്ടൻ, അങ്ങനെ കുറച്ച് പേരായിട്ട്, കുറച്ച് കസിൻസ് ഒക്കെ ആയിട്ട് വീടിന്റെ അടുത്തുള്ള അത്രയും മാത്രമായിട്ട് നമ്മളൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോയും കാര്യങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടുകാരും എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരും നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കുട്ടി ഫംഗ്ഷൻ നടത്തിയായിരുന്നു. അത് നമ്മൾ ആക്ച്വലി ബർത്ത്ഡേയുടെ അന്നല്ല നടത്തിയത്. കാരണം യാമിയുടെ ബർത്ത്ഡേ വന്നത് ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വരാനൊന്നും പറ്റില്ലല്ലോ അന്നത്തെ ദിവസം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറൊരു ദിവസം, ഒരു സൺഡേ അല്ല, ഒരു സാറ്റർഡേ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതും അത്ര വലിയ ഫംഗ്ഷൻ ഒന്നും ആയിരുന്നില്ല കേട്ടോ. വളരെ ഒരു കുഞ്ഞു ഫംഗ്ഷൻ ആയിരുന്നു. എന്താ പറയാ, അധികം പൈസയൊന്നും ചെലവ് ചെയ്യാതെ വളരെ മെമ്മറബിൾ ആയിട്ട് ഉള്ള കുട്ടി മൊമെന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നു. പുറമേന്ന് നോക്കി കാണുന്നവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച്, എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച്, ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട കുറച്ച് ദിവസങ്ങളായിരുന്നു അതെല്ലാം. ഇതാണ് അന്ന് രാവിലെ അവൾ എണീറ്റപ്പോൾ ഉള്ള അവസ്ഥ. അവളിങ്ങനെ കുറച്ചൊന്ന് അടക്കിയിരുത്താനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ, ആ തുടരും മൂവിയിലെ സോങ് ഉണ്ടല്ലോ, കൺമണിപ്പൂവേ, ആ പാട്ട് നല്ല സൗണ്ടിൽ ഇങ്ങനെ വെച്ചു ഫോണിൽ. എന്നിട്ട് അവളിങ്ങനെ ആ പാട്ട് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ബലൂൺസൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് അവളെ മാക്സിമം ഇങ്ങനെ ഹാപ്പി ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എണീറ്റ് വരുമ്പോൾ പാല് കുടിക്കാനുള്ള ഒരു മൂഡിലായിരിക്കും. ആദ്യം കുറച്ച് ചിണുങ്ങിയൊക്കെ ഇരുന്ന് കുറച്ചൊരു ഹാഫ് ആൻ അവറൊക്കെ ഇരുന്നിട്ടാണ് അവൾ പാല് കുടിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലെടുത്ത വീഡിയോ ആണ് ഇതൊക്കെ. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും യാമി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കേട്ടോ ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഇതിനകത്ത് നോക്ക്, അവളിങ്ങനെ
ഇപ്പോൾ അവൾ വണ്ടറടിച്ച് നിൽക്കുകയാണ്, എന്താണ് സംഭവം, ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ വണ്ടറടിച്ച് മോളിങ്ങനെ ഇരിക്കുകയാണ്. അന്നൊരു ലോങ് ഉടുപ്പൊക്കെ ഇട്ടെടുത്താണ് നമ്മൾ കിടത്തിയത്. ആക്ച്വലി ഇത് പ്ലാൻഡ് ആയിട്ടൊന്നും അല്ല, അന്ന് എന്തോ ആരും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്താണ് അവൾക്ക് ആ ഉടുപ്പ്. അപ്പോൾ അന്നൊരു രസം തോന്നി, അന്ന് രാത്രി ഞങ്ങൾ അവളത് ഇടിയിപ്പിച്ചു. എന്തായാലും അത് നന്നായി. രാവിലെ എണീറ്റപ്പോൾ കുറച്ച് ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ഉടുപ്പിൽ എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ട അച്ഛനും മോളും കൂടി കളിയാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കിടന്ന് പാടുവിടുക. അപ്പോൾ ഞാനത് പറഞ്ഞ് വഴക്ക് പറയാണ്, എങ്ങനെയെങ്കിലും എനിക്ക് ഈ വീഡിയോ ഒന്ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇടയിൽ കിടന്ന് ബഹളം വെക്കുകയാണ്. അങ്ങനെ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പീസ് ഓഫ് കേക്ക്. ഒരു കുഞ്ഞ് ക്യാൻഡിലൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു സ്പൂണാണ്, നമ്മൾ നൈഫോ കാര്യങ്ങളൊന്നുമില്ല, സ്പൂണൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ യാമിയുടെ ആ സമയത്താണെങ്കിൽ മുടിയൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എന്താ ഒരു ടെറർ മൂഡിലാണ് ആളിരിക്കുന്നത്. രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്ക് ആ മുടിയെല്ലാം കൂടി ഇങ്ങനെ ചുരുണ്ട മുടിയായിരുന്നു മോക്ക് ആ സമയത്ത്. ഇപ്പോൾ മുടിയും എല്ലാം കൂടിയായിട്ട് കേക്കും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവളുടെ കൺട്രോൾ പോവും. കേക്കൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ അറിയാം കേട്ടോ. കേക്കും ബിസ്ക്കറ്റും ചോക്ലേറ്റ്സൊക്കെ കണ്ടാൽ അവൾക്കിപ്പോൾ നല്ലോണം അറിയാം. ഒരു വിധത്തിൽ നമ്മൾ ആ ക്യാൻഡിലൊക്കെ ഊതിക്കെടുത്തി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അവളിങ്ങനെ ഇരുത്തുകയാണ്. ഓരോന്നൊക്കെ പറഞ്ഞ് അടക്കി പിടിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി തോണ്ടി അവൾ കഴിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പോലും എൻ്റെ മോള് സമ്മതിക്കുന്നില്ല, ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ അങ്ങനെ അടക്കിയിരുത്തി നമ്മൾ സ്പൂൺ യൂസ് ചെയ്തിട്ട് കുറച്ച് കേക്ക് എടുത്ത് അവൾക്ക് വെച്ച് കൊടുക്കാൻ പോവാം. അങ്ങനെ കുറച്ച് കേക്ക് യാമിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു. അവളിപ്പോൾ ക്യാമറയിലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, എന്താണ് സംഭവം, ഞാൻ കേക്ക് കഴിക്കുന്നതൊക്കെ ഇവരെന്തിനാ വീഡിയോ എടുക്കുന്നതെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവൾക്ക് സംഭവം ഒന്ന് പിടി കിട്ടിയിട്ടുണ്ട്. അവൾ കേക്ക് കഴിക്കുന്നതും കേക്ക് എടുക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുള്ള സംഭവം പിടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവളുടെ അച്ഛൻ വായിൽ വെച്ച് കൊടുത്തു, ദെൻ ഞാൻ വായിൽ വെച്ച് കൊടുത്തു, നമ്മൾ അങ്ങോട്ടും ഉമ്മ കൊടുത്തു. അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്, അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ മക്കൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നിമിഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അച്ഛനും അമ്മയും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതും അവർക്ക് ഓർത്തിരിക്കാൻ കുറച്ച് നിമിഷങ്ങൾ കൊടുക്കുന്നതും അതൊക്കെ തന്നെയാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മൊമെൻറ്റ്സ്. ഇപ്പം എപ്പോഴും നമുക്കത് സാധിക്കണം എന്നില്ല, കാരണം നമുക്ക് ജോലിയുടെ തിരക്കുകളും കാര്യങ്ങളും കൊണ്ട് നമുക്കിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവരുണ്ടാവും, അങ്ങനെ പല പല റീസൺസ് കൊണ്ട് മാറിയിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. സോ നമുക്ക് കിട്ടുന്ന ടൈം എന്താണോ, നമുക്ക് കിട്ടുന്നത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റാണ് ഒരുമിച്ച് കിട്ടുന്നതെങ്കിലും അത് വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി അവർക്ക് മെമ്മറീസൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ലൈഫിൽ മൂല്യം കൊടുക്കുന്നത്. കുറച്ചൊക്കെ എനിക്ക് ലൈഫിൽ അങ്ങനെയൊക്കെ സാധിക്കുന്നുണ്ട്. ഇനിയും അങ്ങോട്ട് ദൈവം അതിനൊക്കെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവളും വളരെയധികം ഹാപ്പി ആയിരുന്നു, അവൾ സന്തോഷിക്കുന്നുണ്ട്. നമുക്കത് കാണുമ്പോഴാണ്, നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി അത്ര കോൺഷ്യസ് ആയിരുന്നില്ല, പക്ഷേ അതിന് ശേഷം ഇത് കണ്ടു നോക്കുമ്പോഴേ, നമ്മൾ ഇവൾക്ക് ഉമ്മ കൊടുക്കുമ്പോഴും നമ്മൾ ഈ 3 പേരോട് ഒരുമിച്ച് വെക്കുമ്പോഴും അവൾ ചിരിക്കുന്നത് കണ്ടോ അത് ഈ ഒരു ഫ്രെയിമാണ് എൻ്റെ ഹാപ്പിനെസ്. ഇത് പോരെ നമുക്ക് ഓർത്തിരിക്കാൻ, ഇതൊക്കെ തന്നെയാണ് സെലിബ്രേഷൻ. ഇത് നമ്മൾ യാമിയുടെ ബർത്ത്ഡേയുടെ അന്ന് രാത്രി ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്ത കുറച്ച് വീഡിയോ ഇല്ല, കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. ഇത് ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്. ഇത് ഹറിബറിയായി പോയിട്ടോ കാര്യങ്ങളെല്ലാം. ഇത് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ, കാരണം നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല, അന്ന് വൈകിപ്പോയി. ഇത് ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അപ്പോൾ എല്ലാവരും കേക്ക് കൊടുക്കുന്ന ഫോട്ടോസൊന്നും ഇല്ല. പിന്നെ ഇത് മാമനാണ്. പിന്നെ മോളും അതിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം അലമ്പായിരുന്നു. അവൾ അടക്കി വെച്ചൊക്കെയാണ് കേക്ക് കൊടുക്കുന്നത്. ഇത് ഹസ്ബൻഡിൻ്റെ കൊച്ചച്ഛൻ്റെ മോളുമാണ്. പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫും കുഞ്ഞുമാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ മെയിൻ ഫങ്ഷൻ. അതായത് എൻ്റെ വീട്ടുകാരും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും വിളിച്ച് നടത്തിയിട്ടുള്ള യാമിയുടെ ബർത്ത്ഡേ ഫംഗ്ഷനായിരുന്നു. ഇതും അത്ര വലിയൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് തന്നെ നടത്തണം എന്നുണ്ടായിരുന്നു. അല്ലാതെ നമ്മളങ്ങനെ ആർഭാടമായിട്ടൊന്നും അല്ല ചെയ്തത്. വീട്ടിൽ വെച്ച് തന്നെ ഒരു കുട്ടി ഫംഗ്ഷനായിരുന്നു. ലാവൻഡർ കളറായിരുന്നു ഞങ്ങളുടെ 3 പേരുടെയും ഡ്രസ്സ്. അതുപോലെ കേക്കൊക്കെ ബലൂൺസൊക്കെ ലാവൻഡർ തീമിലാണ് ചെയ്തത്. നമ്മൾ ആദ്യം കുറച്ചുകൂടി ഗ്രാൻഡായിട്ട് പ്ലാൻ ചെയ്തെങ്കിലും അവസാനം ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തുമായിരുന്നു. പക്ഷേ
ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്കത് ഒരു പോസിറ്റീവായ ഒരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഫങ്ഷൻസ്.